ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി ലിമാനൂർ രായൻ ക്ഷണിച്ചു. പ്രിയങ്കരനായ സെൻകുമാർ സാർ, രാജശേഖരൻ സാർ, ബാലൻ വക്കീൽ, സംഘടനയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സംഘടന നമ്മുടെ ജില്ലയിൽ ഏറ്റവും ശൈശവ കാലഘട്ടത്തിലാണ് നിലനിൽക്കുന്നത്. ആയതിൻ്റെ കുറവുകൾ ഈ വേദിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് അതിഥികളായി വന്നവർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു നല്ലൊരു തുടക്കമാകട്ടെ. ഇനിയും ഉയരങ്ങളിലേക്ക് ഗുരുദർശനം, ലോകത്തിന് നിദാനമായ, ലോകത്തിന് മുഴുവൻ മാതൃകയായ ഗുരുദർശനങ്ങൾ ആധുനിക സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മളിലൂടെ, നാം ഓരോരുത്തരിലൂടെ, ഗുരുദർശനം ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ലോകത്ത് മുഴുവൻ അലയൊടിക്കുന്ന രീതിയിൽ നമ്മുടെ സംഘടന ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായ സെൻകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംരക്ഷണ സംഘത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ബഹുമാന്യ ശ്രീ സബീർ തൊളിക്കുഴി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന SSS ചെയർമാൻ ശ്രീ വിജേന്ദ്രകുമാർ, ശ്രീ ബാലൻ, ശ്രീ പ്രസന്നൻ വൈഷ്ണവ്, ശ്രീ ഉദ്രമോഹൻ, ശ്രീ അനിൽ പടിക്കൽ, ശ്രീ ലാൽ സിയോൺ, ബഹുമാന്യ ശ്രീ A. രാജസേനൻ, ശ്രീ MK മോഹനൻ, ശ്രീ ഡോക്ടർ RK പ്രഭു, ശ്രീ സുരേഷ് കുമാർ, ശ്രീ അരുൺ മിവൻ, ശ്രീ അബി, അതോടൊപ്പം ബഹുമാന്യരായ വനിതാ അംഗങ്ങളെ, ഈ ടീച്ചിങ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങി വരികയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക്, കുറേ നാൾ കഴിഞ്ഞാൽ ഇതൊരു തരം സംഘടന ശക്തമാവുകയും ആൾക്കാരൊക്കെ എത്തി തുടങ്ങുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുവരെ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയുകയാണ്. ഞാനിവിടെ പറയുന്നതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അത് വേറൊരു തലത്തിൽ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളതാണ്. അപ്പോൾ ഈ ശിവഗിരി സംരക്ഷണ സംഘം ഒരിക്കലും ശിവഗിരി സംരക്ഷണമല്ലാതെ സംഹാര സംഘമായിട്ട് തീരാൻ ഇടവരരുത്. എന്തുകൊണ്ട് ശിവഗിരി പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നോക്കിയാൽ ഇപ്പം അവിടെ തീർത്ഥാടനത്തിൻ്റെ സമയത്തല്ലാതെ സാമാന്യ ആൾക്കാർ വളരെ കുറവാണ്. അപൂർവമായിട്ട് ഇനി വിവാഹങ്ങൾക്കും അങ്ങനെയുള്ളതിന് വരുന്നതല്ലാതെ മറ്റ് സന്ദർഭങ്ങളിൽ വളരെ കുറവ് ആൾക്കാരാണ് നമുക്ക് കാണുന്നത്. അതായത് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു സമൂഹത്തിൻ്റെ അതാക്കിയെടുത്തതാണ്, എല്ലാവരുടെയും വേണമെന്നാണ് ഗുരു പറഞ്ഞത്. പക്ഷെ അങ്ങനെയെങ്കിലും ആക്കിയെടുത്തിട്ട് അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ആയിരിക്കുകയും ഇപ്പോഴും ഏകദേശം കേരള സംസ്ഥാന ജനസംഖ്യയുടെ 25% വരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒക്കെ ആയിട്ടും അവിടെ വളരെ കുറവ് ആൾക്കാരാണ്. ഞാൻ അദ്വൈതാശ്രമത്തിൽ പോയിട്ട് കുറേ ദിവസം രാത്രി പല അവസരത്തിലും താമസിച്ചിട്ടുണ്ട്. പലപ്പോഴും രാത്രി അവിടെ ആ ഹാളിൽ ഉണ്ടാകാൻ ഞാൻ മാത്രമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. ഇതിൽ ആൾക്കാരെല്ലാം മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോവുകയും ഇത്തരം കാര്യങ്ങളിൽ എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ. അതുകൊണ്ടാണ് ഈ തവണ ശിവഗിരിയിൽ ഒരു വളരെ ബഹുമാന്യ വ്യക്തി പറഞ്ഞു, ഗുരു തള്ളിക്കളഞ്ഞ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകരുത്. എന്നിട്ട് ഗുരു തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ എന്താണ് പറഞ്ഞത്? ഞാനത് എൻ്റെ ഫേസ്ബുക്കിലിട്ടായിരുന്നു. സത്യം നിരാകരിക്കാമോ എന്ന് ചോദിച്ചു. ഗുരു നിരാകരിച്ചത് തിരിച്ചെത്തിക്കേണ്ട എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിൽ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കാവി കൊണ്ടുവരരുതെന്നാണ്. പകരം ചെങ്കൊടിയാണോ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുരു പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്, വെള്ളവസ്ത്രം ഗൃഹസ്ഥന്മാരുടേത്, കാഷായം സന്യാസിമാർക്ക്, എന്ന് വെച്ചാൽ കാവി സന്യാസിമാർക്ക്, കറുത്ത തുണിയും കരിമ്പടവും ശബരിമലക്കാരുടെ വക, ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രം പീതാംബരമായിക്കൊള്ളട്ടെ, ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും ഉണ്ട്, അത് കൊള്ളാം, നന്നായിരിക്കും. ഇതാണ് ഗുരു പറഞ്ഞത്. അതായത് തീർത്ഥാടനത്തിന് മഞ്ഞ വസ്ത്രം എടുത്തത് കാവ്യ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല, തീർത്ഥാടകര് ഗൃഹസ്ഥരാണ്. ആ വരുന്ന ഗൃഹസ്ഥർക്ക് ആ സമയത്തേക്ക് 2-3 കാര്യം ഉണ്ടായിരുന്നു. അന്ന് മുണ്ടൊക്കെ ഇതേപോലെ ഇഷ്ടംപോലെ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ കളർ മുണ്ടൊന്നും ലഭ്യമാകുന്ന സമയമല്ല. അപ്പൊ ഒരു മുണ്ട് മഞ്ഞയാക്കാനായിട്ട് മഞ്ഞളിൽ മുക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അലക്കി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അത് ആ സൗകര്യം വെച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഗുരു 1918 സിലോണിൽ പോകാനായിട്ട് കാവ്യ എടുത്തതിന് ശേഷം കാവ്യ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം അവിടെ ഉണ്ടായിരുന്ന. ഇപ്പൊ അതിൽ ഏറ്റവും രസമുള്ളത് ഇത് പറഞ്ഞത് കേൾക്കുന്ന, ഇതിപ്പോ ഞാൻ ഈ വായിച്ചത് പറഞ്ഞത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അവിടുത്തെ സ്വാമിമാര്, സജ്ജാനന്ദ സ്വാമി അടക്കമുള്ള സ്വാമിമാരെല്ലാം കാവ്യയിലാണ്. ഗുരു അവിടെ പ്രതിമ വെച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നതും കാവ്യയിലാണ്. ഈ കേട്ടു നിൽക്കുന്നവർക്ക് എന്തുകൊണ്ട് ആ ബഹുമാന്യ വ്യക്തിയെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള തന്റേടം ഉണ്ടായില്ല? ഗുരു നിരാകരിച്ചതിനെ ഒന്നും ഞങ്ങൾ കൊണ്ടുവരുന്നില്ല, ഗുരു സ്വീകരിച്ചതിന് മാത്രമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറയാനുള്ള തന്റേടം എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് എനിക്ക് അത്ഭുതമുണ്ട്. അതേസമയം ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, തീർത്ഥാടനത്തിന് വേണ്ടി ശുചിത്വം മുതൽ സാങ്കേതിക വിദ്യാഭ്യാസം വരെയുള്ള 8 കാര്യങ്ങൾ പറഞ്ഞത് അത് പൂർണ്ണമായിട്ടും നടപ്പാക്കിയില്ല. മാത്രമല്ല, ഈയിടെ എന്നോട് ഒരു ജഗൻസ് മില്ലറ്റിന്റെ ഒക്കെ ചെയ്യുന്ന പ്രശാന്ത് കുമാർ ജഗൻ എന്ന് പറഞ്ഞ ചെങ്ങന്നൂരുള്ളൊരു യുവാവുണ്ട്. അയാള് കോവിഡിന്റെ കാലത്ത് ഗൾഫിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്ന് ഇവിടെ വന്നതിന് ശേഷം അയാള് ആക്ച്വലി കുടംപുളി, ഈ പുക കയറ്റാത്ത കുടംപുളി എന്നും പറഞ്ഞത് തുടങ്ങി. അതിനുശേഷം അങ്ങനെ കുറെ പ്രൊജക്ടുകൾ തുടങ്ങി. ജഗൻസ് പ്രൊജക്ട് എന്ന് പറഞ്ഞ് മില്ലറ്റിന്റെ പ്രൊജക്ട് ഒക്കെ. അപ്പൊ ഇയാള് ശിവഗിരിയിൽ ഈ തവണ തീർത്ഥാടനത്തിന് അയാൾ വളരെ പ്രാവശ്യം ആവശ്യപ്പെട്ടു അങ്ങോട്ട് അയാൾക്കൊരു പ്രൊജക്ട് കൊടുക്കണം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ കുറെ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും ഈ പ്രൊജക്ട്. അവര് അവസരം കൊടുത്തേയില്ല. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ നിരവധി പ്രോഗ്രാംസ് ആൾക്കാർക്ക് ജോലി കിട്ടുന്നതിനും സ്വയം ജോലി ചെയ്യുന്നതിനും. ഇനി ഗവൺമെന്റ് ജോലി നോക്കി അധികം ഇരുന്നിട്ട് കാര്യമില്ല, സ്വയം ജോലി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്
ഉള്ള പരിശീലനം കൊടുക്കുന്നതിനുള്ള യാതൊരു സംവിധാനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശിവഗിരി സംരക്ഷണ സംഘമാണെങ്കിലും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് എക്സ്പെർട്സിനെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുത്തു കൊടുക്കും. അതിന്റെ എക്സ്പെർട്സ് ആയിരിക്കണം. ഒരു അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം ഒരു കാര്യത്തിന്, അത് വീട് വെക്കുന്നതാകാം, വ്യവസായം തുടങ്ങുന്നതാകാം, ഒരു സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന് പുതുതായി വ്യവസായം തുടങ്ങുന്നതാകാം, ഒരു ഉൽപാദന പ്രക്രിയയാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവിടേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ കൊണ്ടുവരണം, ആ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, അതിന് വേണ്ട രേഖകൾ എന്ത്, അനുബന്ധ രേഖകൾ എന്തെല്ലാമാണ്, അത് എവിടെയാണ് കൊടുക്കേണ്ടത്, അത് കൊടുത്തതിന് ശേഷം അത് ഫോളോ അപ്പ് ചെയ്ത് അവസാനം ഈ പ്രോജക്റ്റ് നടപ്പാക്കി എടുത്ത് ആ മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നവരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അപ്പൊ ശിവഗിരി സംരക്ഷണ സംഘവും വാസ്തവത്തിൽ ശിവഗിരി സംരക്ഷിക്കാതെ ചെയ്യുന്ന ആ കാര്യം, ഇങ്ങനൊരു കാര്യം, അതായത് ഇനി ഉള്ള കാലത്ത് ഒരു സംഘടനയും നിലനിൽക്കില്ല. എങ്ങനെയല്ലെങ്കിൽ ആ സംഘടന കൊണ്ട് മനുഷ്യന്റെ ഭൗതികമായ പുരോഗതി കൂടി, ആധ്യാത്മിക പുരോഗതി ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഭൗതികമായ പുരോഗതി മനുഷ്യനുണ്ടാകുന്നില്ല എങ്കിൽ അതിന് നിലനിൽക്കാനായിട്ട് ആൾക്കാരെ കിട്ടില്ല, ആൾക്കാരെ ആരും ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ, അതില് ഇത്തരം ഗുരുക്കന്മാരൊക്കെ പറഞ്ഞ് എന്താണെന്നുള്ളത് തെറ്റല്ലാതെ പഠിപ്പിക്കട്ടെ. പക്ഷെ അതോടൊപ്പം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളില് ഗവൺമെന്റുകൾ എടുക്കുന്ന ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കി എടുക്കുന്നതിന് ഉള്ള സംവിധാനം കൂടി ശിവഗിരി സംരക്ഷണ സംഘം ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ശിവഗിരി സംരക്ഷണ സംഘത്തിന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് എല്ലാവരിലേക്കും പടർന്നു കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അല്ലാതെ ഗുരുവിന്റെ ആശയങ്ങൾ ഇപ്പൊ നൂറുകണക്കിന് പുസ്തകങ്ങളും നൂറുകണക്കിന് എഴുത്തുകാരും 10,000-കണക്കിന് പുസ്തകങ്ങളും എല്ലാം ഉണ്ടായിട്ടും ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഹാള് പണിയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ശ്രീ യൂസഫ് അലി 8 കോടി രൂപ കൊടുത്തു. 8 കോടി രൂപ കൊടുത്തിട്ടും ആ ഹാള് കംപ്ലീറ്റ് ആകുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെയും വികസന പ്രവർത്തനങ്ങളുടെ ഫലം എല്ലാവർക്കും കിട്ടുന്ന വിധത്തില് താഴെത്തട്ടിലെത്തിക്കാൻ എക്സ്പെർട്സിനെ കൊണ്ടുവന്ന് ക്ലാസ് എടുത്ത് ആ ക്ലാസ് കിട്ടുന്ന ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് എന്ന് പറയുന്ന വിധത്തില് ആ ട്രെയിനേഴ്സിനെ കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വലിയൊരു വിജയം ഉണ്ടാകും. ഇത്രയാണ്, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ശിവഗിരി സംരക്ഷണ സംഘത്തിന് ശ്രീ വിജയേന്ദ്രകുമാർ കൂട്ടുകാരും എടുക്കുന്ന എല്ലാ എഫേർട്സിനും ഏറ്റവും നല്ല ഫലം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാ ഗുരുവിന്റെ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതോടൊപ്പം ഈ കമ്മിറ്റി ഓഫീസർ ആൾറെഡി ഉദ്ഘാടനം ചെയ്തതാണ്, അക്കാര്യം കൂടി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ സാറ് പറഞ്ഞ 2 ആശങ്കകൾ. ഒന്ന്, ശിവഗിരി സംരക്ഷണം എന്നുള്ളത് ആ നിലയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും, രണ്ടാമത് ഇതിൽ അംഗങ്ങളായി വരുന്ന ആളുകളുടെ ഭൗതിക സാഹചര്യം കൂടി മെച്ചപ്പെടുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനാൽ അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ പരിപാടിയിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിയ പ്രിയങ്കരനായ രാജസേന സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെൻകുമാർ സാറ് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽ ശിവഗിരിയുമായിട്ട് അടുപ്പം. ഞാൻ വർക്കല ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചതാണ്. ശിവഗിരിയിൽ നടക്കുന്ന പല ഉത്സവ പരിപാടികളിലും പങ്കെടുത്തിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ അവിടുത്തെ ഒരു ഭക്തൻ കൂടിയാണ്. ഗുരുദേവ ദർശനം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് വളരെ 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 മേലോട്ട് തന്നെ പോയി എന്ന് പറയാം. അങ്ങനെ സിനിമാ ജീവിതം ആരംഭിച്ച് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിജയേന്ദ്രകുമാറിനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ നാട്ടുകാരാണ്, കാരേറ്റുകാരാണ്.
വിജേന്ദ്രകുമാറിന്റെ ശിവഗിരിയോടും ഗുരുദേവനോടുമുള്ള ഭക്തി എന്ന് പറയുന്നത് നിറഞ്ഞ ഭക്തിയാണ്, അറിവോട് കൂടിയുള്ള ഭക്തിയാണ്. ഭക്തി പലതരമുണ്ട്. ഭക്തി അറിവില്ലാത്ത ഭക്തിയുണ്ട്, അറിഞ്ഞുകൊണ്ടുള്ള ഭക്തിയുണ്ട്, ഭ്രാന്തമായ ഭക്തിയുണ്ട്, ശാന്തമായ ഭക്തിയുണ്ട്. ഇങ്ങനെ പലതരം ഭക്തിയുണ്ട്. നല്ല അറിവും ബോധവുമുള്ള ഒരാളെയാണ് ഞാൻ വിജേന്ദ്രനിൽ കണ്ടത്. തീർത്ഥാടന കലോത്സവം 2-3 വർഷം അതിൻ്റെ ഉദ്ഘാടകനായിട്ടും ഞാൻ പോയിട്ടുണ്ട്. അവിടുത്തെ സ്വാമിമാരെയൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്രയും പ്രബലമായ സമുദായം ശിവഗിരിയിൽ നിന്നൊരു വിഭാഗം മാറി നിന്നുകൊണ്ട് ശിവഗിരിയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ് ഞങ്ങൾ എന്ന് കാണിക്കാനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നൊരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. വാസ്തവത്തിൽ ശിവഗിരി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം SNDP-ക്കാർ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇപ്പോ കോട്ടയത്തു നിന്ന് വന്ന അഡ്വക്കേറ്റ് അദ്ദേഹമായിട്ട് ഞാനൊരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും തെറ്റായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ ഒരു മന്ത്രിസഭയിൽ സ്വാധീനം ചെലുത്താവുന്ന ഒരു ശക്തി, ഒരു വലിയ ശക്തി കൂടിയാണ് ശിവഗിരി എന്നുള്ള കാര്യം പലരും മറന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ഉന്നത സ്ഥാനങ്ങളിലേക്കും പ്രധാനപ്പെട്ട അറിവുള്ള, വിദ്യാഭ്യാസമുള്ള, ബോധമുള്ള പലർക്കും വരാൻ സാധിക്കാതെ പോയത് എന്നത് പരമമായ സത്യമാണ്. എന്ത് പറഞ്ഞാലും ജാതിയുടെയും മതത്തിന്റെയും ലേബലിൽ പുറത്തു വരുന്ന പ്രസ്താവനകളെ ഭയന്നുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. സിനിമയിലുണ്ടാകും പ്രശ്നം. പണ്ട് സിനിമ എഴുതുമ്പോഴും എടുക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും യാതൊരുവിധ നിബന്ധനകളുമില്ല, ഭയവുമില്ല. എന്നങ്ങനെയല്ല. ഇന്ന് എല്ലാവരെയും പറയാൻ എല്ലാവർക്കും പേടിയാണ്. എല്ലാവരെയും പറയാൻ എല്ലാവർക്കും പേടി തുറന്നതിന്റെ അർത്ഥം മനസ്സിലായിക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അതൊന്നുമില്ല, ഒരു സ്വാതന്ത്ര്യമില്ല, ഭയമാണ്. പേനയുമായി എഴുതാനിരിക്കുന്നവന്റെ ചിന്തയിൽ ആദ്യം ഉരുത്തിരിയുന്നത് ഭയമാണ്. പിന്നീടാണ് അവന്റെ ചിന്തയിൽ കൂടി എന്തെങ്കിലും പേനയിൽ കൂടി കടന്നു വരുന്ന കാര്യങ്ങൾ കടലാസിലേക്ക് മാറുന്നത്. അപ്പൊ അവിടെ ചൊല്ലിയ ദൈവദശകം ഒരു ഭയവുമില്ലാതെ ദീർഘവീക്ഷണത്തോടുകൂടി എഴുതിയ കുറച്ച് വരികളാണ് അവിടെ പ്രാർത്ഥനയായിട്ട് ചൊല്ലിയത്. ഇത് ശിവഗിരിയിൽ ഞാൻ തന്നെ പാടിയിട്ടുണ്ട്, മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതില് ഓരോ 4 വരിയും എടുത്ത് അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം വായിക്കുന്നതോറും നമുക്ക് ഓരോ അർത്ഥം ഫീൽ ചെയ്യാനാണ്. ഏത് 4 വരിയിലും പുതിയ അർത്ഥം നമുക്ക് ദർശിക്കാൻ സാധിക്കും. എപ്പോൾ എടുത്ത് വായിച്ചാലും, എപ്പോൾ ചൊല്ലിയാലും. ഭയമില്ലാതിരുന്ന ദൈവതുല്യനായ ചിന്തകനായ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു സാത്വികൻ എഴുതിയ വാക്കുകളാണ്, വരികളാണ്. അങ്ങനെയൊന്നും ആർക്കും എഴുതാൻ പറ്റത്തില്ല. അങ്ങനത്തെ സത്യസന്ധമായ ഒരു ചിന്ത പോലും ആർക്കുമില്ല. കളങ്കമാണ് കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭയം. ആ സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായൊരു കോൺസെപ്റ്റാണ്. പക്ഷേ അവിടെയും സാറ് പറഞ്ഞതുപോലെ ആളെ കൂട്ടാനും ഒപ്പം നിന്ന് പ്രവർത്തിക്കാനും അതിൽ പരമാവധി സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വിജേന്ദ്രകുമാർ ശക്തനായ ഒരു സംഘാടകൻ. ഏകദേശം 80ഓളം കലാകാരികളും പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഞാൻ കഴിഞ്ഞ ഡിസംബർ 31 അവിടെ പ്രസന്റ് ചെയ്തത്. സത്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനൊരു ഹാളില്ല. പക്ഷേ ആ ഹാളിൻ്റെ ഒരു സ്ഥലത്തും ഒരു പൂർണ്ണത എന്ന് പറഞ്ഞ് കാണാനില്ല.
ഒരുപാട് അബദ്ധങ്ങൾ ആ സ്റ്റേജിൻ്റെ അകത്ത് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സ്റ്റേജൊക്കെ കെട്ടുന്ന സമയത്ത് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുണ്ട്. അവരെയൊക്കെ വിളിച്ചു നിർത്തി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് ലൈവായിട്ട് വായിച്ചാൽ എക്കോ വരാത്ത രീതിയിലൊക്കെ അതിനെ അക്കോസ്റ്റിക് ചെയ്ത് വേണമായിരുന്നു അതൊക്കെ ചെയ്യാൻ. 8 കോടി രൂപ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 8 കോടി രൂപയുടെ ഒന്നും നമുക്ക് അവിടെ ദർശിക്കാൻ സാധിക്കില്ല. കുറേ ഷീറ്റ് മാത്രം ഇട്ട് വളരെ വലിപ്പമുള്ളൊരു ഹാളാണ്. വളരെ വലിപ്പമാണ്. ഹാളെന്ന് പറയാനായിട്ടില്ല. അത് എൻ്റെ സൈഡ് വല്ലതും പണിതായിരുന്നു. പിന്നെ ഒന്നുമില്ല. അതുപോലല്ലേ അത് 8 കോടി പോയിട്ട് അതിൻ്റെ നമ്മളത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മനോഹരമായ ഒരു ഹോളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതിനുള്ള ഫണ്ടും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊന്ന്, ശിവഗിരിയുടെ കോമ്പൗണ്ടിനകത്തേക്ക് കയറിയാൽ നമ്മൾ ചപ്പൽ ഉപയോഗിക്കാതെയാണ് അകത്തേക്ക് നടക്കുന്നതെങ്കിൽ എവിടെ ചവിട്ടിയാലും നമുക്കൊരു ഭക്തി ഫീൽ ചെയ്യും. നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിർമ, ഭക്തിയുടെ ഒരു കുളിർമ എവിടെ നഗ്നമായ കാലുകൊണ്ട് ചവിട്ടിയാലും നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കെട്ടിടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കെട്ടിവെച്ചിരിക്കുന്നതെല്ലാം യാതൊരുവിധ സൗന്ദര്യവും ഇല്ലാത്ത, ഒരു ദേവാലയത്തിൻ്റെ യാതൊരുവിധ ഭംഗിയും ലഭിക്കാത്ത കുറച്ച് കെട്ടിടങ്ങളാണ് ചുമ്മാ കെട്ടിവെച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയായിരുന്നോ അത് കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്നുകൂടി ചിന്തിക്കും. അപ്പോൾ കാര്യം എന്ന് പറയുന്നത് ചെറുതല്ല, ചാലഞ്ചിങ്ങാണ്, വിപ്ലവകരമാണ്. അത്യാവശ്യം നല്ല എതിർപ്പ് ഒക്കെ വരാം. ഈ ഒന്നൊന്ന് സംസാരിക്കുന്ന നമ്മളെയൊക്കെ വേണമെങ്കിലും ഇത് വിളിക്കാം, ടാർഗറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു നന്മ എനിക്ക് മനസ്സിലായി. എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ എനിക്ക് കഴിഞ്ഞ പദയാത്ര നടത്തിയത് എനിക്കൊന്ന് വരാൻ സാധിച്ചില്ല. പക്ഷെ വളരെ നല്ല ഒരു അംഗങ്ങളുടെ സാന്നിധ്യം, നിറസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ എന്ത് വെച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആകെ ഞായറാഴ്ച കല്യാണം വെച്ചാൽ മാത്രം ഇതിൽ ആളുകൾ. അതുകൊണ്ടാണ് ഞായറാഴ്ച കല്യാണം വയ്ക്കുന്നത്. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ജാതകം കൊണ്ട് കൊടുത്തിട്ട് രഹസ്യമായിട്ട് പറയുന്ന ഒരു വാക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇത് ഒപ്പിച്ചിട്ട് ഞായറാഴ്ച ആക്കി ഇങ്ങനെ തരണം. അതായത് തിങ്കളാഴ്ച വെച്ചാൽ വരില്ല, ചൊവ്വാഴ്ച വെച്ചാൽ വരില്ല, ബുധനാഴ്ച വെച്ചാൽ ഞായറാഴ്ച കല്യാണം വെച്ചാൽ ആളുണ്ടാവും. ഇന്നിപ്പോൾ നോക്കിയാൽ കാണാം, എവിടെ ഏത് കല്യാണം ഉണ്ടാക്കിലും ഹൗസ്ഫുള്ളായിരിക്കും. ചില മണ്ഡലത്തിൽ രാവിലെ ഒരു കല്യാണം കാണും, അവരെ ഉള്ളിൽ പുറകെ കഴിച്ചിട്ട് വൈകിട്ട് വേറൊരു കണക്കിൻ്റെ റിസപ്ഷനും കാണും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ അത്തരം വിശ്വാസങ്ങളൊക്കെ പോയി. എല്ലാം ഒരു തട്ടിപ്പ് ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. നമ്മളെല്ലാം ചിലപ്പോൾ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും ചില തട്ടിപ്പൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ കാണും. അല്ലാതെ പിടിച്ചിരിക്കണ്ടേ, ജീവിക്കണ്ടേ? അതാണ് അവസ്ഥ. അവിടെ നിന്നുകൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രസ്ഥാനം, വിജേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്. അവിടേക്ക് എത്താൻ നല്ല ഒരു ഹിമാലയൻ ടാസ്ക് തന്നെ ആയിരിക്കും. അവിടെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊരു അപേക്ഷ എനിക്ക് സമർപ്പിക്കാനുണ്ട്. സെൻകുമാർ സാറിൻ്റെ സാന്നിധ്യം വാസ്തവത്തിൽ വളരെ അനുഗ്രഹപൂർണ്ണം. കാരണം അദ്ദേഹം സർവീസിലിരിക്കുമ്പോഴും സർവീസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും അദ്ദേഹത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് സത്യസന്ധനായ ഒരു മനുഷ്യന്, സത്യം മാത്രം വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് വേദനകൾ അദ്ദേഹത്തിന് കിട്ടാറുണ്ട്. അദ്ദേഹം അത് ബോധറിയാണ്. കാരണം ഒരു പോലീസുകാരൻ്റെ ചങ്കുറപ്പുണ്ടായാലും അദ്ദേഹത്തിൻ്റെ കണ്ടാലൊരു പാവപ്പാടി നിന്നാലും ഒരു ചങ്കുറപ്പുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എവിടെ പോയാലും ഞാനറിയാതെ തന്നെ ഒന്ന് ഒറ്റയാലായി മാറണം. എനിക്കത് സന്തോഷമുള്ളൊരു കാര്യം. സിനിമയിലും ഏകദേശം ഒറ്റയാൻ, രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും എങ്ങനെ എത്തിയോ ഒറ്റയാനായിപ്പോയി. എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ഈ ഒരു ഒറ്റയാൻ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാവും എന്ന കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദരണീയനായ നമ്മുടെ സംഘടനയുടെ ഉപദേശ സമിതിയുടെ ചെയർമാൻ ടി പി സെൻകുമാർ സാറും, ആദരണീയനായ നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ രാജസേനൻ സാർ അവர்களுം സൂചിപ്പിച്ച ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ
ഇനി അടുത്ത ബാലമക്കിൽ സംസാരിക്കുമ്പോഴും അത് തെറ്റിദ്ധാരണ ജനകമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകുന്നു. സംഘടന 1 വർഷമായി നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ട്. അതായത് കുട്ടി ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞതുപോലെ പ്രസവിച്ച് അത് മറന്ന് കിടക്കാറായതേ ഉള്ളൂ, എഴുതി പിച്ചു വയ്ക്കാറ് പോലും ആയില്ല. പക്ഷെ എങ്കിലും ഇന്ന് കേരളത്തിലുള്ള അതിശക്തമായ സംഘടനകളോടും പിടിച്ചു നിൽക്കത്തുള്ള കരുത്താർജിച്ച ഒരു സംഘടന തന്നെയാണ് നമ്മുടെ സംഘടന. നമ്മുടെ ഒരാഴ്ച കൊണ്ട് സംഘടിപ്പിച്ച നമ്മുടെ ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ പീതാംബരധാരികളായി 350 പുറത്തെ ആൾക്കാർ ആദ്യത്തെ പദയാത്ര ശിവഗിരി നമ്മൾ നടത്തി കഴിഞ്ഞു. വിവിധ മേഖലയിലുള്ള എല്ലാ കൂടെയുള്ള ടീം എന്ന് പറയുന്നത് അതിശക്തമായ ടീമാണ് കൂടെയുള്ളത്. എല്ലാ വിഭാഗത്തിലുള്ള അതിശക്തമായ ടീം കൂടെ അണിനിരന്ന് കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ഈ യോഗത്തിന് ആള് കുറഞ്ഞതിന്റെ കാരണം നാട് നന്നാക്കാൻ നടന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരം ജില്ലയുടെ കാര്യം ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചെയർമാൻ എന്ന രീതിയിൽ തിരുവനന്തപുരം ജില്ലയുടെ ചാർജ് ഏറ്റെടുത്ത് ഇവിടെ എല്ലാത്തിനും പ്രസിഡന്റുമാരെ വെച്ചു. അതായത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെ വെച്ചു, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വെച്ചു, ഒരു ജോയിന്റ് സെക്രട്ടറി നമ്മുടെ വിഷ്ണുവമ്പാടി ഒരു ജോയിന്റ് സെക്രട്ടറി വെച്ചു. മണ്ഡലങ്ങളിൽ കഴക്കൂട്ടം മണ്ഡലത്തിന് ഒരു പ്രസിഡന്റിനെ വെച്ചു, ആറ്റിങ്ങൽ മണ്ഡലത്തിന് ഒരു പ്രസിഡന്റിനെ വെച്ചു. എങ്ങും കമ്മിറ്റി രൂപീകരിച്ചില്ല. നമ്മള് നേതാക്കന്മാരെ, അതായത് വനിതകളുടെ ജില്ലാ പ്രസിഡന്റിനെ വെച്ചു, ഇപ്പൊ സെക്രട്ടറികളെ വെച്ചിട്ടുണ്ട്. അതുപോലെ യൂത്തിനും ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരെ വെച്ചു. യൂത്തിന് ഒരുപാട് ഭാരവാഹികളെ എടുത്തു. പക്ഷെ അവരുടെ ആരുടെയും കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല. ഏറ്റവും പ്രാഥമികത്തിൽ നിൽക്കുന്നതിനുള്ള തിരുവനന്തപുരം ജില്ല. ഞാന് ഇതിന്റെ ചാർജ് സംഘടന എന്ന് ചോദിച്ചു വാങ്ങിച്ചത്. സാധാരണ ചെയർമാൻ ചാർജ് വാങ്ങിക്കാറില്ല. തിരുവനന്തപുരം ജില്ലയുടെ ചാർജ് അടുത്ത ഓണം വരെ, ഞാൻ 1 വർഷം എന്ന് പറയുന്നില്ല, അടുത്ത ഓണം വരെ ചെയർമാൻ വഹിക്കുമെന്ന് പറഞ്ഞ് അത് ചോദിച്ചു വാങ്ങിച്ചിരിക്കുകയാണ്. ഓണം കഴിഞ്ഞാൽ നമ്മളൊരു പൊതുയോഗം വിളിച്ചാൽ അത് ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് വിളിക്കേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ സെൻട്രൽ സാറ് പറഞ്ഞ സൂചിപ്പിച്ച ഒരു വലിയ കാര്യം, നമ്മൾ ഈ കൂട്ടത്തിലുള്ളവരുടെ ഭൗതിക ഉന്നമനം, സാമ്പത്തികവും സംഘടിച്ച് ശക്തരാകുന്ന ശക്തിപരമായിട്ടുമുള്ള ആ ഉന്നമനം ആണ് ആദ്യം ഉന്നമിടുന്നത്. നമ്മൾ വീടുകളിൽ വാർഡ് കമ്മിറ്റി രൂപീകരിച്ച് വീടുകളിൽ മെമ്പർഷിപ്പ് ചേർത്ത് ആ മെമ്പർഷിപ്പ് ചേരുന്ന വീടുകളിൽ കൃത്യമായിട്ടും ജനുവരി എല്ലാ മാസവും 5-ാം തീയതി ഭവന സന്ദർശനം നടത്തി അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആപത്തുണ്ടോ. ഇപ്പൊ എന്റെ മകള് തന്നെ +2 പഠിക്കുന്നു. ഇനിയിപ്പോ 1 മാസം കൂടെ കഴിയുമ്പോൾ എക്സാം ആവും, 2 മാസം കൂടെ കഴിയുമ്പോൾ എക്സാം ആവുന്നു. അടുത്ത വർഷം എവിടെ അഡ്മിഷൻ കിട്ടും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, അവർ ഇങ്ങോട്ട് പറയാതെ. ഒരു കിടപ്പ് രോഗിയുണ്ട്, അവർക്ക് എന്ത് ചികിത്സ അങ്ങോട്ട് കൊടുക്കാം, നമ്മൾ അങ്ങോട്ട് പറയും. എല്ലാ മാസം 5-ാം തീയതി ഭവന സന്ദർശനം നടത്തും. അതിന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശക്തമായ IT വിഭാഗത്തിന്റെ ഓഫീസോട് അണിനിരന്നു കഴിഞ്ഞു. ഇന്ന് തന്നെ IT-യുടെ സെക്രട്ടറിയും വ്യവസായത്തിന്റെ സെക്രട്ടറിയും കൃഷിയുടെ സെക്രട്ടറിയും നമ്മുടെ യൂത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും വ്യവസായത്തിന്റെ സെക്രട്ടറി 4 പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുന്നു. അത് ഫെബ്രുവരിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് നമുക്ക് തൊഴിൽ കിട്ടത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റുകൾ, നമുക്ക് തന്നെ ആദ്യം പൈസ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റുകൾ വ്യവസായ സെക്രട്ടറി 4 എണ്ണമാണ്. അതിൽ 1 ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി കഴിഞ്ഞു. IT സെക്രട്ടറിക്ക് വിശദമായ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. കൃഷി സെക്രട്ടറി അദ്ദേഹം കൃഷി ഓഫീസറാണ്. അദ്ദേഹം ഇവിടെ തന്നെ ഉള്ള കൃഷിഭവനിലാണ് ഇവിടെ കോർപ്പറേഷനിലൊക്കെ കൊടുക്കുന്ന സബ്സിഡികളും ഗവൺമെന്റ് സബ്സിഡികളെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ അദ്ദേഹം തന്നെ. ഇവിടെ സിറ്റിയിൽ 1.5 ഏക്കർ വസ്തു എടുത്തിട്ടുണ്ട്, പാരിപ്പള്ളി സൈഡിൽ 3 ഏക്കർ വസ്തു എടുത്തിട്ടുണ്ട്. അതൊക്കെ സംഘടനയ്ക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞു. പശുക്കൾ ഉൾപ്പെടെ ഉള്ളതിനെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞു. അതിന് വേണ്ടുന്ന കുറെ പ്രോജക്റ്റുകൾ, സബ്സിഡി കിട്ടുന്ന 80% സബ്സിഡി കിട്ടുന്ന കുറെ പ്രോജക്റ്റുകൾ അദ്ദേഹം ഇന്നോട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നമ്മുടെ തന്നെ സാമ്പത്തിക ഉന്നമനം ആദ്യം നടത്തി നമ്മൾ കാല് തറ ചവിട്ടിയിട്ടേ നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, നമ്മുടെ ഇവിടെ 1800 വാർഡുകളുണ്ട്. അതായത് 90 നമ്മുടെ 14 നിയമസഭാ മണ്ഡലങ്ങൾ, 90 പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനോട് ചേർന്ന് 94 എണ്ണം. അത് 90 കൂട്ടിയാലും ആവറേജ് വാർഡ് 1800 വാർഡുണ്ട്. അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു വാർഡിന് 1000 ഒക്കെയാണ് വരുന്നത്. ഒരു 100 വെച്ച് നമ്മൾ ചേർത്താലും 1,80,000 വോട്ട്. അതിനെയും കട്ട് ചെയ്ത് 1 ലക്ഷം മെമ്പർഷിപ്പ് നിസ്സാരമായിട്ട് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഈ ഓണത്തിന് മുമ്പ് ഇവിടെ 50,000 മെമ്പർഷിപ്പ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മികച്ച സംഘടന ഒരു 2 വർഷത്തിനുള്ളിൽ, എനിക്കും പല്ലൊടിഞ്ഞ് തലയൊക്കെ നിറച്ച്, ഒരു 2 വർഷത്തിന് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയെ കാട്ടി ഇന്ന് നമ്പർ 1 സംഘടന എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ. അതിനെക്കാട്ടിലും വലിയ സംഘടനയായി ശിവഗിരി സംരക്ഷണ സംഘം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് ഞാൻ ഏറ്റവും പ്രതിജ്ഞാബദ്ധനാണ്. അതിശക്തമായ രീതിയിൽ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഓരോ പ്രവർത്തകരോടൊപ്പം ഏത് പാതിരാത്രി ഞാൻ ഉണ്ടാവും. അതൊരു നിശ്ചയദാർഢ്യമായിട്ട് തന്നെ എടുക്കുന്ന ഞാൻ എന്റെ പ്രോഗ്രാം എല്ലാം നമ്മുടെ നേതാക്കന്മാർക്ക് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ അണികളെ ആരെയും ഇന്നിവിടെ വിളിച്ചിട്ടില്ല. ഇന്നിവിടെ ഇരിക്കുന്നതെല്ലാം
എണ്ണം നോക്കണ്ട, വണ്ണം മാത്രം നോക്കിയാൽ മതി. പേരെടുത്ത് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടെ മേഖലയിൽ വിദഗ്ധരായ ആൾക്കാരാണ്. നമ്മുടെ സാറ് സെക്രട്ടറി സാർ പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസിൽ ഇതിനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ വന്നാൽ അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക, എവിടെ കൊടുക്കണം, അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ. ഒരാൾ മെഡിക്കൽ കോളേജിൽ പോയാൽ കറങ്ങി നടക്കേണ്ട, അതിന് കണക്ട് ചെയ്യാനുള്ള ആള് കൊണ്ടുവന്ന് ഏത് സ്ട്രീമിലാണ്, ഏത് വിഭാഗത്തിലാണ് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് 16 കോളേജുകൾ അവർക്കുണ്ട്. അവർ ഗ്ലോബലി എത്രയോ വർഷം കൊണ്ട് എഫക്റ്റീവായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സീറ്റുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്നവരാണ്. MBBS-നൊക്കെ സീറ്റ് ഇപ്പോൾ കിട്ടുന്ന നിയമവിരുദ്ധമാണ്. സാറ് സെന്റ് കുമാർ സാറിന്റെ കാര്യം എങ്കിൽ പോലും 4 MBBS കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന 4 ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അവർക്ക് വളഞ്ഞ വഴിയൊക്കെ കേരളത്തിനുള്ളിലുള്ള സീറ്റുകളുണ്ട്. അവർ നമ്മുടെ ഓഫീസിൽ വന്നിരുന്ന് അവരുടെ അപേക്ഷാ ഫോമുമായിട്ട് വന്നിരുന്ന് അഡ്മിഷൻ നടത്തുന്ന സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. അത് ഈ അക്കാഡമിക് ഇയറോട്ട് അത് സ്റ്റാർട്ടാവും. അങ്ങനെയുള്ള വിശദമായ പരിപാടികൾ, നമ്മുടെ ഭൗതികമായ ഉന്നമനത്തിന് വേണ്ടി അതിശക്തമായ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ കൂടെ തന്നെ സെക്രട്ടറിമാർ 25 സ്ട്രീമിന് 25 സെക്രട്ടറിയാണ്. ഇപ്പോൾ ആരോഗ്യമാണെങ്കിൽ ഡോക്ടറാണ് സെക്രട്ടറി. അതിനൊക്കെ കമ്മിറ്റികൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊന്ന് അധ്യാത്മികമാണ്. അതിവിടെ നേരത്തെ സാറ് സൂചിപ്പിച്ചിരുന്ന പോലെ അധ്യാത്മത്തിന്റെ സെക്രട്ടറി ഒരുപാട് പേര് നമ്മുടെ സുധിസ്വാമിയുടെ ശിഷ്യ, അവരാണ് ഏറ്റവും നല്ലോണം ഗുരുദേവ കൃതികളുടെ പ്രഭാഷണവും അതിന്റെ വ്യാഖ്യാനവും നടത്തുന്നത്. അവരെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അധ്യാത്മിക സെക്രട്ടറിയുടെ കീഴിൽ ഒരു സംഘത്തിനെ ഉണ്ടാക്കി അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വീടുകളിലേക്ക് തന്നെ വിടും. കുടുംബയോഗങ്ങൾ വിളിച്ച് വീടുകളിലേക്ക് തന്നെ വിടും. അതുപോലെ എക്സ്പെർട്സിന് സാർ ഉദ്ദേശിച്ച പോലെ 8 വിഷയങ്ങളിലല്ല 25 വിഷയങ്ങളിലുള്ള സ്കീമുകൾ നമ്മുടെ കുടുംബയോഗങ്ങൾ വിളിച്ച് നമുക്ക് സംഘടിപ്പിക്കേണ്ടി വരും. കാരണം ഈ നമ്മുടെ 50,000 മെമ്പർഷിപ്പ് ഓണത്തിന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്മിറ്റി കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ ആലങ്കാരികമായി പറഞ്ഞതല്ല. അടുത്തൊരു പൊതുയോഗം ഒരു വർഷത്തിനകത്ത് വിളിച്ചാൽ ശംഖുമുഖം കടപ്പുറത്തല്ലാതെ വിളിക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയുടെ ഒരു പൊതുസമ്മേളനം അത് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ അന്ന് നമ്മുടെ സെന്റ് കുമാർ സാർ തന്നെ ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് ഒരു വിഗ്രഹങ്ങളെ വിളിച്ചോണ്ട് വരത്തില്ല. ഈ സംഘടനയിലുള്ള ഓരോരുത്തരും തന്നെ അത് ഉദ്ഘാടനം ചെയ്യും. ഒരു മാറി തിരിഞ്ഞും നമ്മുടെ രാജശേഖരൻ സാറായിരുന്നാലും എല്ലാവരും മറ്റാരെക്കാട്ടിലും മുമ്പ് സമൂഹത്തിന് മുമ്പ് നിൽക്കാവുന്നത്ര കരുത്തും തന്റെ ഇടവും ചങ്കൂറ്റവും ഉള്ളവരാണ്. കുട്ടി പറഞ്ഞു, ഞാന് സത്യം പറഞ്ഞാൽ അമ്മ തല്ലുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി. ആ കുട്ടിയുടെ ഒരു മാനസിക അവസ്ഥയുണ്ട്. അമ്മ കൊള്ളുന്നതും ഇഷ്ടമല്ല, അച്ഛൻ പട്ടിയിറച്ചി തിന്നുന്നതും ഇഷ്ടമല്ല. ഈ അവസ്ഥയാണ് ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ബോധമുള്ള സത്യസന്ധതയുള്ള ഓരോ മനുഷ്യന്റെയും പ്രശ്നം ഇതാണ്. അതിൽ ഇപ്പോ ശ്രീ രാജസേനൻ പറഞ്ഞു, ഇന്ന് കേരള സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവം ഭയമാണ്. ഞാൻ അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ ഒരു പൊതു നേച്ചറായി മാറിയത് ഹിപ്പോക്രസിയാണ്. ശിവഗിരി സംരക്ഷണ സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഷ്ടലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രഥമ പരിഗണന. അത് എല്ലാവരും പറയുന്ന കണക്ക് വെറും വാക്കായി പോകത്തില്ല. നമ്മൾ എന്തായാലും വരും നാളുകളിൽ നമ്മളെ വ്യവസായപരമായാലും ബിസിനസ് പരമായാലും IT സെക്രട്ടറിയൊക്കെ വളരെ നല്ല പ്രോജക്റ്റാണ് ഞാനുമായിട്ടൊക്കെ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് സംസാരിക്കുകയുണ്ടായത്. വർഷത്തിന് ശേഷമാണ് നമുക്ക് ശിവഗിരി സംരക്ഷണ സംഘം എന്നുള്ളൊരു സംവിധാനം നമുക്ക് രൂപം കൊള്ളുകയും അത് ഒരു വർഷമാവുകയും അതിനുശേഷം നമുക്ക് വളരെ പ്രൗഢഗംഭീരമായിട്ടൊരു ഓഫീസ് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് സെറ്റ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ നമ്മൾ കൊല്ലം ജില്ലയിലും ഓഫീസ് ഉണ്ട്. അത് ഇനി അടുത്ത ഈ മാസം 31-ാം തീയതി നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഓഫീസ് ശിവഗിരിക്ക് അടുത്ത് തന്നെ ഉദ്ഘാടനം നടക്കും എന്ന് നമ്മുടെ ചെയർമാൻ നമുക്ക് ഉറപ്പു തന്നിരിക്കുകയാണ്. അതുകൂടി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളാണ് ഈ ഓഫീസ് നിയന്ത്രിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി ഓഫീസ് അടുത്ത വരുന്ന നാളുകളിൽ തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തും. അവിടെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കും. നമ്മൾ വ്യവസായമായാലും IT ആയാലും കൃഷി ആയാലും അതുമൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തും. അത് മാസത്തിൽ 2 പ്രാവശ്യം ഇവരെല്ലാം വെച്ച് മീറ്റിംഗ് എടുത്തുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. വരുന്ന ആളുകളിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരെല്ലാം ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ, അതായത് തോളോട് തോൾ ഒരുമിക്കൊണ്ട് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ നമുക്ക് അതിന്റെ പ്രയോജനപ്പെടും. യൂത്തിന്റെ പ്രസിഡന്റ് തന്നെ വളരെ വലിയൊരു പ്രോജക്റ്റാണ് വെച്ചിരിക്കുന്നത്. കാര്യം പ്രതിമാസം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മുടെ സംഘടനയ്ക്ക് വരുമാനം വരുന്ന പ്രോജക്റ്റാണ് യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു അതിന്റെ പകുതിയോളം വർക്ക് കഴിഞ്ഞിരിക്കുന്നു.
എന്തായാലും നമുക്ക് അഭിമാനപരമായി തന്നെ നമ്മുടെ ഈ സംഘടന പോകും. 2 പ്രാവശ്യം ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും കൃഷി ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് എപ്പോഴും നമ്മുടെ എത്ര ഉന്നത സ്ഥാനീയരായിരുന്നാലും അവർക്ക് അവരുടെ ജീവിതത്തിനൊപ്പം കൃഷി കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ തന്നെ നമ്മുടെ ഗുരുദേവൻ്റെ ദർശനവും ആ വിഷയത്തിലുണ്ട്. അപ്പോൾ അതിനോട് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ പുതുതലമുറയെയും നമ്മൾ ഓരോരുത്തരും അതിലൂടെ വളർന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് കൃഷിയിൽ തന്നെ ഒരു വിഷയം നമ്മൾ ഈ സംഘടനയോടൊപ്പം ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. പോകാന്നുള്ള രീതിയിലാണ്. അതായത് ചെറുപ്പം പറയുന്നത് നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് ആവുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വീട്ടിലും നമ്മളന്ന് ചർച്ച ചെയ്ത പറഞ്ഞിരുന്നത്, അതായത് നമുക്ക് കാർപ്പൂർച്ച് പോലും അല്ലെങ്കിൽ നമ്മുടെ പശുത്തൊഴുത്ത് പോലും അല്ലെങ്കിൽ ആടിനെ മാറ്റിയിരിക്കുന്ന ആടിൻ തൊഴുത്ത് പോലും നമുക്ക് ഒരു വ്യവസായ സംരംഭ കേന്ദ്രമാക്കി മാറ്റാം. സംഘടന വളരുന്നത് ഓരോരുത്തരുടെയും കർത്തവ്യം അതിന്റെ 100%, 110% മാറുമ്പോഴത്തേക്കാണ് ഒരു സംഘടന വളർന്നു പന്തലിക്കുന്നത്. എത്രയോ നല്ല പ്രോജക്റ്റുകൾ പറയുന്നു. അപ്പൊ ഈ പ്രോജക്റ്റുകളിൽ ഓരോരുത്തരും അവർ മാത്രം പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബന്ധമായിട്ട് തന്നെ സാറിനോട് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം കൊണ്ടുവന്നത് 25,000 മെമ്പർഷിപ്പ് തന്നെ എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാതൃക ഞാൻ തന്നെ ആവട്ടെന്ന് കരുതിയിട്ടാണ്. എന്ന് നോക്കണം, എല്ലാവരും 25,000 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കണം, എടുപ്പിക്കണം. ഓക്കെ, താങ്ക് യു. ഗുരുധർമ്മം വിജയിക്കട്ടെ. ഏറ്റവും കൂടുതൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല IT ആണ്. ഇവിടെ കൃഷി സെക്രട്ടറി ആവട്ടെ, വ്യവസായ സെക്രട്ടറി ആവട്ടെ, ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം IT കുറിച്ച് പറയുക എന്ന് പറയുന്നത് നമ്മുടെ നിത്യവുമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും IT എന്ന് പറയുന്ന സാധനം കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ വർഷങ്ങൾ എടുത്തിട്ട് പോലും, ഞങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്തിട്ട് പോലും, വർഷങ്ങളായിട്ട് പോലും ഒരിക്കലും സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാത്ത സംഘടനകൾ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട്. അതിലുൾപ്പെടെ അവർ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ഓൾറെഡി ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനുശേഷം വീണ്ടും IT മേഖലയിലേക്ക് കടന്നു വരാൻ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ചെയർമാന്റെ അടുത്ത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പോൾ സംഘടനയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് IT-യുമായി ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് പറയുന്നത് നിർദ്ദേശം അദ്ദേഹം വെച്ചത്. അപ്പോൾ അതിൽ തന്നെ ആദ്യ പ്രോജക്റ്റ്, നമുക്ക് വളരെയധികം ധാരാളം പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ സംഘടനയിൽ ഇന്ന് കാണുന്ന ഇതേ സ്ട്രക്ചറിനെ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ തന്നെ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെയർമാൻ ഇപ്പം നമ്മുടെ ജനറൽ സെക്രട്ടറി എടുത്ത് പറഞ്ഞു ഓരോ വീട്ടിലേക്കും മാസവരി കളക്ട് ചെയ്യണം. അപ്പോഴേക്കും ഇവിടെ ഇരിക്കുന്ന ജനറൽ സെക്രട്ടറിക്ക് ഒരിക്കലും കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു വാർഡിൽ ഇരിക്കുന്നതിൽ എത്ര പേര് കണക്ക് തന്നു എന്ന് ചോദിച്ചാൽ ആ കണക്ക് കൊണ്ടുവരാൻ മാസങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം. അതിന് പകരം നമ്മൾ നമ്മുടേതായ സ്വന്തമായി ഒരു ERP സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടനയിലെ അംഗങ്ങളെ ചേർക്കുക, അതിനോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഭാരവാഹികൾ. കാരണം എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കാസർഗോഡുള്ള ഒരു ഭാരവാഹിയുടെ നമ്പർ ചോദിച്ചാലോ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ചോദിച്ചാലോ അറിയില്ല. അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ കാസർഗോഡുള്ള ഒരാളുടെ കുടുംബത്തിന് എന്താവശ്യമാണ് അവർക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല. പക്ഷെ നമ്മളുടെ സംഘടനയിൽ ഓരോ അംഗങ്ങൾക്കും അവർക്ക് നമ്മൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റണം. കാരണം അവരുടെ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത ജില്ലാ കമ്മിറ്റി അല്ല വിളിക്കേണ്ടത്, നമ്മുടെ ചെയർമാന് നേരിട്ട് തന്റെ വിരൽത്തുമ്പിലൂടെ അറിയാൻ കഴിയണം കാസർഗോഡ് ജില്ലയിൽ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു വാർഡിൽ എന്താണ് വേണ്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേണ്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. അത് കാരണം ഈ തിരുവനന്തപുരം ജില്ലയെ 8 മണ്ഡലങ്ങളിലായിട്ട് 8 പ്രസിഡന്റിനെയും 8 സെക്രട്ടറിയെയും ഞാൻ ആണുങ്ങളുടെ ഇതിലും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ഇതിലും സ്ത്രീകളുടെ ഇതിലും ഞാൻ എടുത്തു കഴിഞ്ഞു.